ഒരു ഭർത്താവ് ഗൾഫിലേക്ക് പോകുന്ന സമയത്ത് എല്ലാവരോടും യാത്ര ചോദിച്ച് അവസാനം അയാളുടെ ആ ചെറിയ മുറിയിലേക്ക് പ്രിയപ്പെട്ടവളോട് യാത്ര ചോദിക്കാൻ വേണ്ടി ചെല്ലുന്നു. ആ സമയത്ത് അവളുടെ കൈ പിടിച്ച് നെറ്റിയിൽ തലോടി അയാൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞാൻ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് വരും. കുളിക്കുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ ഒരു ചെറിയ ബെഡ് സ്പേസ് ഉണ്ട്, അവിടേക്ക് ഉറങ്ങാൻ വേണ്ടി ഇങ്ങനെ കിടക്കുമ്പോൾ എൻ്റെ വലത് കൈ ഇങ്ങനെ നീട്ടിപ്പിടിക്കും. എൻ്റെ വലത് കൈ നീട്ടി അങ്ങനെ പിടിക്കും. അതെന്തിനാണെന്നറിയോ? അത് നിനക്കുള്ളതാണ്. ഞാൻ ലോകത്ത് എവിടെയാകുമ്പോഴും എൻ്റെ പ്രിയപ്പെട്ടവളെ, അത് നിനക്കുള്ളതാണ്. ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും ആയുസ്സിൻ്റെ ഒരു ഘട്ടത്തിൽ എന്തിനാണ് മറ്റൊരാൾ കടന്നു വരുന്നത്? ഉത്തരം വളരെ ലളിതമാണ്. വിശുദ്ധ ഖുർആനില് റോമ രാജ്യക്കാർ എന്ന പേരിൽ ഒരു അധ്യായമുണ്ട്. ആ അധ്യായത്തിലെ ഒരു ചെറിയ വചനം വിവാഹിതരാകുന്ന രണ്ട് മനുഷ്യരോട് പടച്ചോൻ പറയുന്ന 3 കാര്യങ്ങളുണ്ട്. അതാണ് ആ വചനത്തിനകത്തുള്ളത്. വിവാഹിതരാകുന്ന 2 മനുഷ്യരോട് അവരെ സൃഷ്ടിച്ച പടച്ചോൻ പറയുന്ന 3 കാര്യങ്ങൾ. ആ വചനം ഇങ്ങനെയാണ്: അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. ഇത്രയുള്ളൂ. 3 കാര്യങ്ങളാണ്. ആദ്യം പറഞ്ഞു മിൻ അംഫുസിക്കും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ വരുന്ന ആളില്ലേ, ഇണയായി വരുന്ന ഈ ആളില്ലേ, അത് ഒരു മനുഷ്യനാണ്. ആകാശത്തിൽ നിന്ന് വരുന്ന ഒരു മാലാഖയല്ല, ഭൂമിയിൽ നിന്ന് വരുന്ന മനുഷ്യനാണ്. മനുഷ്യൻ്റെതായ എല്ലാ സ്വാഭാവികതകളും ഉണ്ടാവും. അസ്വാഭാവികതയും പ്രതീക്ഷിക്കണ്ട, ഒരസാധാരണത്വവും പ്രതീക്ഷിക്കണ്ട. മനുഷ്യനാണ്, വെറും മനുഷ്യൻ. നിൽക്കുന്ന എൻ്റെ അടുത്ത് ഒരബദ്ധം വന്ന് നാട്ടുകാരെ മുഴുവനും എന്നെ തള്ളിപ്പറഞ്ഞാലും, എന്നെ ഉപേക്ഷിച്ചാലും, സ്വീകരിച്ച മനുഷ്യർ മുഴുവനും എൻ്റെ നേരെ കല്ലെറിഞ്ഞാലും എന്നെ തിരിച്ചു വിളിക്കാൻ ഈ ലോകത്തൊരാൾ വേണം. ആ ആളോടാണ് പടച്ചോൻ പറയണത്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഈ ആളില്ലേ, അത് ആകാശത്തിൽ നിന്ന് വന്ന മലക്കോ മാലാഖയോ അല്ല, അത് ഭൂമിയിൽ നിന്ന് വന്ന മനുഷ്യനാണ്. ഉള്ളിലൊരു മനസ്സുള്ള മനുഷ്യനാണ്. ഇതൊരു വിഗ്രഹമല്ല, ഇതൊരു ശില്പമല്ല, ഇതൊരു മരമല്ല, കല്ലല്ല, ഇതൊരു മനുഷ്യനാണ്. ചെറിയ വാക്കല്ല അത്. ഉള്ളിലൊരു മനസ്സുള്ള മനുഷ്യനാണ്. ഉള്ളിൽ മനസ്സുള്ളൊരു മനുഷ്യന് പിന്നെ വേണ്ടത് 2 കാര്യങ്ങളാണ്. അതാണ് പിന്നെ പറയണത്. പഠിച്ചവൻ 3 കാര്യങ്ങളാണ് പറയണത്. ആദ്യം പറഞ്ഞു ഇതൊരു മനുഷ്യനാണ്. ആ മനുഷ്യന് വേണ്ട 2 കാര്യങ്ങൾ പിന്നെ പറഞ്ഞു. ഒന്നെന്താണ്? സ്നേഹം. അത് പറയേണ്ട കാര്യമൊന്നുമില്ല, നമുക്കറിയാം. അറിയാമെന്ന് മാത്രമല്ല, അത് സ്വാഭാവികമായിട്ടും വരും. ആണിന് പെണ്ണിനോടും പെണ്ണിന് ആണിനോടും ഒരു പാഷൻ, അറ്റാച്ച്മെന്റ് ഒക്കെ വരും. അത് നമ്മൾ ഉണ്ടാക്കുന്നതല്ല, അത് ഉണ്ടാവുന്നതാണ്. പക്ഷെ 3ാമതായി പറഞ്ഞതേ ഉണ്ടാക്കണം, കഷ്ടപ്പെട്ട് ഉണ്ടാക്കണം. ഒരു വാപ്പക്ക് മകളോടുണ്ടാവും, ഒരു ഉമ്മക്ക് മകളോടുണ്ടാവും, ഒരു ആങ്ങളയ്ക്ക് സഹോദരന് സഹോദരിയോടുണ്ടാവും. രക്തബന്ധമാണ്, ഉണ്ടാവും. പക്ഷേ ഉണ്ടാകാൻ നല്ല അധ്വാനമുള്ളൊരു കാര്യമാണത്. എവിടെ? ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അത് ഉണ്ടാക്കിയെടുക്കുകയാണ്. അതെന്താണെന്നറിയോ? കാരുണ്യം, റഹ്മ,
വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. എല്ലാ ബന്ധങ്ങളെയും ഇങ്ങനെ ഒട്ടിച്ചു നിർത്തുന്ന പശയുടെ പേരാണ് കാരുണ്യം.